ബജറ്റിൽ അവഗണിക്കപ്പെട്ടതോടെ ആശങ്കയിലായി മലപ്പുറത്തെ വികസന പദ്ധതികൾ. ജില്ലാ ആസ്ഥാനത്തെ KSRTC ഡിപ്പോ നിർമ്മാണമാണ് പ്രതിസന്ധിയിലായവയിൽ പ്രധാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 7 വർഷം പിന്നിടുമ്പോഴും പണി പൂർത്തിയാക്കാനാകാതെ പ്രേതാലയം പോലെ നിലകൊള്ളുകയാണ് പുതിയ കെട്ടിടം. മലപ്പുറത്തെ KSRTC ഡിപ്പോ ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നത് ഒരു സ്വപ്നമാണ്. നിർമ്മാണം തുടങ്ങി 7 വർഷമായിട്ടും പൂർത്തിയാകാത്ത ഒരു അപൂർവ സ്വപ്നം. പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനത്തിന് ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയത് 100 രൂപ ടോക്കൺ മാത്രം. 2023 ബജറ്റിലും ഇതുപോലൊരു ടോക്കൺ നൽകിയിരുന്നു. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇത്തവണ തുക ഉറപ്പു നൽകിയ ധനകാര്യമന്ത്രി പക്ഷേ ബജറ്റിൽ ആ കാര്യം തന്നെ മറന്നു. മലപ്പുറം ജില്ലയെ തന്നെ പരിപൂർണമായും അവഗണിച്ച ബജറ്റാണ്. മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രശ്നമാണ് മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതിന് ഈ പ്രാവശ്യമെങ്കിലും ഫണ്ട് അനുവദിക്കും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ തവണ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ KSRTC ഫണ്ട് അനുവദിക്കും എന്ന് ഉറപ്പ് നൽകിയതാണ്. നിലവിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചില നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർത്തിയായാൽ സർക്കാർ പണം അനുവദിക്കും വരെ പണികൾ നിർത്തിവെച്ച് കാത്തിരിക്കേണ്ടി വരും. ടൗണിന്റെ ഹൃദയഭാഗത്ത് നിന്ന് KSRTCയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തകരാറിലായി കിടക്കുക. മുകളിലെ ഒരു നിലയും പൂർണ്ണമായും ഉപകാരപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടി MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ 2 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. വർക്ക് കുറെ മുന്നോട്ട് പോകുമ്പോൾ KSRTC തന്നെ ആ ടെൻഡർ ക്യാൻസലാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ തുക അനുവദിക്കാത്ത കാലത്തോളം സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന KSRTC കാര്യാലയവും യാത്രക്കാരുടെ ദുരിതവും മാറ്റമില്ലാതെ തുടരും. റിപ്പോർട്ടർ, മലപ്പുറം.